നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരന് ദാരുണാന്ത്യം. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപമായിരുന്നു അപകടം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടിയുടെ നവീകരണം. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പ. പുതുതായി 2 ലിഫ്റ്റുകളും സ്ഥാപിക്കും. കൊല്ലം ആശ്രമം മൈതാനിയിൽ ശുചിമുറി മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളിയത്. ദുർഗന്ധത്താൽ വലഞ്ഞ് നാട്ടുകാർ. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. കായംകുളം DSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപത്താണ് സംഭവം. ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപത്താണ് സംഭവം. ടിപ്പർ ലോറി കയറിയിറങ്ങിയാണ് 9ാം ക്ലാസ്സുകാരൻ മരിച്ചത്. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ പോവുകയായിരുന്നു സൽമാൻ ഫാരിസ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ പല റോഡുകളിലൂടെ വഴിതിരിച്ചാണ് കടത്തിവിടുന്നത്. ഇരുഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ പോകാൻ വീതി കുറവുള്ള റോഡിലാണ് അപകടം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാട് പൗരസ്വീകരണം ഒരുക്കുന്നു. 9-ന് മന്ത്രിയുടെ ജന്മനാടായ കട്ടച്ചൽ ഗ്രാമത്തിലാണ് സ്വീകരണം ഒരുക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ജന്മനാടായ കട്ടച്ചൽ ഗ്രാമമാണ് പൗരസ്വീകരണം ഒരുക്കുന്നത്. ജൂൺ 9 ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കട്ടച്ചൽ ജംഗ്ഷനിൽ വെച്ചാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കട്ടച്ചൽ മാർബർ സൗമ ഇടവകകാരി ഫാദർ സി വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. പൗരസമിതി പ്രസിഡന്റ് S അശോകൻ സ്വാഗതം ആശംസിക്കും. കട്ടച്ചൽ 10ാം വാർഡംഗം ലതിക ശിവദാസൻ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടറും ADM-ഉമായ G നിർമ്മൽകുമാർ, നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഗിരൺ S മാറാംകുഴി തുടങ്ങിയവർ പങ്കെടുക്കും. കട്ടച്ചൽ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ പരിസര പ്രദേശത്തുള്ള സ്കൂളുകളിൽ പഠിച്ച് കൊല്ലം SM കോളേജിലൂടെ പഠിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയ പൊതു പ്രവർത്തന രംഗത്ത് സജീവമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് ഇന്ന് കേരളത്തിൻ്റെ 16ാം നിയമസഭയിൽ തൊഴിൽ, വനിതാ ക്ഷേമ, ശിശു സംരക്ഷണ വകുപ്പ്, ക്ഷീര വികസനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല ഏറ്റ് മന്ത്രിയായി ഇരിക്കെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോട് പലരോടും ആവശ്യപ്പെടുകയുണ്ടായി, നമുക്ക് ജന്മനാട്ടിൽ ഒരു സ്വീകരണ പരിപാടി ഒരുക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പൗരസമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. വരുന്ന ചൊവ്വാഴ്ച 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പ്രൗഢ ഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കി അതിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗത്തെയും നിങ്ങൾ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ആ വേദിയിലേക്ക്, ആ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗേറ്റിന്റെ കമ്പികൾക്കിടയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. മൈനാഗപ്പള്ളി വേങ്ങയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. മൈനാഗപ്പള്ളി വേങ്ങ
ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് സംഭവം. ഹക്കീം എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഗേറ്റിലാണ് നായ കുടുങ്ങിയത്. നാട്ടുകാർ മണിക്കൂറുകളോളം പരിശ്രമിച്ചെങ്കിലും നായയെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ശാസ്താംകോട്ടയിൽ നിന്നും അഗ്നിരക്ഷാ സേന യൂണിറ്റ് എത്തിയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടിയുടെ നവീകരണം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതുതായി 2 ലിഫ്റ്റുകളും സ്ഥാപിക്കും. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് സ്റ്റേഷൻ സന്ദർശിച്ച തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പയും ADRM വൈശെൽവനും അറിയിച്ചു. പുതിയതായി 2 ലിഫ്റ്റ് സ്ഥാപിക്കുമെന്നും അവർ പറഞ്ഞു. कोशिश कर रहे हैं हो जाए, ये फ्लोरिंग हो जाए, है ना, बाउंड्री वॉल वगैरह बन जाए और कोई बाहर लिफ्ट करेंगे यहाँ, लिफ्ट हो जाएगा, लेकिन लिफ्ट बनाने में 1 ईयर लगता है. आज रखेंगे तो 1 ईयर लगेगा. लिफ्ट करेंगे, लिफ्ट सैंक्शन हो गया. क्यों ये नौशाद पोजीशन तो FOD है, वहीं पे होगा. पोजीशन तो FOD के पास. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള കാലതാമസത്തിലെ അതൃപ്തി KC വേണുഗോപാൽ MP ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ബോർഡിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ ആരംഭിക്കും. പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തും. റോഡുകൾ നവീകരിക്കും. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ വിപുലപ്പെടുത്തും. പ്രധാന തീവണ്ടികളുടെ സ്റ്റോപ്പ് സംബന്ധിച്ച വിവരങ്ങൾ റെയിൽവേ ബോർഡിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ നജീം മണ്ണേൽ, KK രവി, കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, സജീവ മമ്പറ, S സന്തോഷ് കുമാർ എന്നിവർ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസർ S സിത്താരയ്ക്ക് യാത്രയയപ്പ് നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം D സുഗേശൻ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസർ S സിത്താരയ്ക്കാണ് യാത്രയയപ്പ് നൽകിയത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലാലാജി ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം D സുഗേശൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ കുട്ടികൾ ഓഫീസിലായിരിക്കും ജോലി ചെയ്യും. ഒരു ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആരോഗ്യമോ കാര്യമില്ല. നമ്മുടെ അവേഴ്സില്ലാത്ത അഡ്വക്കേറ്റ് PB ശിവൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് ആമുഖ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സംസ്ഥാന കൗൺസിൽ അംഗം RK ദീപ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. VP ജയപ്രകാശ് മേനോൻ, അഡ്വക്കേറ്റ് N രാജൻപിള്ള, S സോമൻ, P ദീപു, C രഘുനാഥ്, M ഗോപാലകൃഷ്ണപിള്ള, മിനിമോൾ, A സജീവ്, S സിത്താര, S സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ നേതൃസമിതികൾ, ലൈബ്രറികൾ, ലൈബ്രറിയന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീടുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കൊല്ലം ആശ്രമം നേതാജി നഗർ 74 BSV ഭവനത്തിൽ വിജയിയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം ആശ്രമം കാവടിപ്പുറം നഗറിലുള്ള ആളൊഴിഞ്ഞ 2 വീടുകളിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ചെമ്പുപാത്രങ്ങളും നിലവിളക്കുകളും വാട്ടർ ട്രാപ്പുകളും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മോഷണ വിവരം അറിഞ്ഞ് വീട്ടുടമസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ വിജയ് നിരവധി കേസുകളിൽ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്ക് ജില്ലയിൽ നിന്നും ഇയാളെ നാട് കടത്തിയിരുന്നു. കൊല്ലം ആശ്രമം മൈതാനിയിൽ ശുചിമുറി മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളിയത്. തെക്ക് വശത്തെ പ്രവേശന കവാടം മുതൽ വടക്കു ഭാഗത്തെ കവാടം വരെയാണ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. വെളുപ്പിന് പ്രഭാത സവാരിക്കെത്തിയവരാണ് ശുചിമുറി മാലിന്യം മൈതാനത്ത് തള്ളിയിരിക്കുന്നത് കണ്ടത്. ഹെലിപ്പാഡിന് സമീപമാണ് മാലിന്യം കൂടുതലായി കെട്ടിക്കിടക്കുന്നത്. 150 മീറ്ററോളം ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ പ്രദേശം മുഴുവനും അസഹ്യമായ ദുർഗന്ധം പരന്നു. മൈതാനിയിൽ കളിക്കാനെത്തിയവരുടെ ഗ്രൗണ്ടിലും
ശുചിമുറി മാലിന്യം ഒഴുകിയെത്തിയതായും ഇവർ പറയുന്നു. ഒരുപാട് കൊച്ചു പിള്ളേർ വൈകിട്ട് സൈക്കിളോട്ടാകുന്ന സ്ഥലമാണ്. ആൾക്കാർ വണ്ടി പഠിക്കാനൊക്കെ വരുന്ന സ്ഥലം. ഇങ്ങനെ ഈ വെള്ളം മഴയത്ത് ഈ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പോലും പറ്റത്തില്ല. ഒഴിച്ച് അങ്ങോട്ട് വരും, ഞങ്ങൾ കളിക്കുന്ന ഭാഗത്തേക്കും വരും. ഇതിന് നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. രാത്രിയുടെ മറവിലായിരിക്കും, മഴയത്തൊക്കെ ആയിരിക്കും കണ്ടോ. അവിടെ എങ്ങനെ എൻ്റെ പോലെ ഇങ്ങനെ എൻ്റെ വരെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ഇത് സൂക്ഷിക്കേണ്ട ഒരു മൈതാനം, ഒരു നമ്മളൊരു പൈതൃക മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനമാണ് ആശ്രമ മൈതാനം. നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. ശുചിമുറി മാലിന്യം ശേഖരിക്കുന്നതിനായി പ്രത്യേക ടാങ്കർ ലോറികൾ തന്നെയുണ്ട്. ലോറിയുടെ പിറകിലായി വലിയ പൈപ്പും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് തുറന്നുവിട്ട ശേഷം വാഹനം മുന്നോട്ടെടുത്താൽ ആർക്കും സംശയം തോന്നില്ല. അർദ്ധരാത്രിയായാൽ കാണാനും കഴിയില്ല. മാലിന്യമൊഴുക്കിയത് പോലീസിലും കോർപ്പറേഷനിലും നാട്ടുകാർ തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് കോർപ്പറേഷനിൽ നിന്നും ജീവനക്കാരെത്തി ബ്ലീച്ചിംഗ് പൗഡർ തളിച്ചതല്ലാതെ മറ്റു നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊതുജനങ്ങൾ വന്ന് രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരു കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു മൈതാനമാണ് സാറേ. ഈ സൈസ് വൃത്തികെട്ട പണി കൊല്ലം ജില്ലയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ജനങ്ങൾക്ക് മാറാരോഗങ്ങളുടെ ഭീതിയിലാണ് കേരളം. അതിൻ്റെ കൂടെ ഈ കക്കൂസ് മാലിന്യം കൂടെ ഇവിടെ കൊണ്ട് തള്ളുക എന്ന് പറഞ്ഞാൽ എത്ര ധൈര്യത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ചോദിക്കാൻ അധികാരികളില്ല എന്നുള്ള ഒരു ധാരണയല്ലേ ചെയ്ത ഏതൊരു വ്യക്തിക്കാരും ഉള്ളത്. അവർക്ക് നിയമപരമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മസ്കുലോസ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് വാതരോഗങ്ങൾക്കായി മസ്കുലോസ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിലാണ് വാതരോഗങ്ങൾക്കായി മസ്കുലോ സ്കെലറ്റൽ OP ഉദ്ഘാടനം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിവരികയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഹോമിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചികിത്സാ സേവനം പുതുതായിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ അപ്പോൾ വാതരോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് പുതിയ ഒരു OP ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. വാതരോഗം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഉള്ള തലമുറ ഒരു ഘട്ടം മനുഷ്യൻ്റെ കഴിയുമ്പോഴാണ്, പ്രായമാകാറാകുന്ന സന്ദർഭത്തിലാണ് വാതരോഗം എന്ന് പറയുന്ന രോഗം എല്ലാവരിലും പിടിപെടാറുള്ളത്. എന്നാൽ ഈ ആധുനിക കാലത്ത് അതല്ല സ്ഥിതി. മറിച്ച് ചെറുപ്പക്കാരിലും അടക്കം ഇന്ന് വാതരോഗം കാണുന്ന സ്ഥിതിയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരത് SP അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനിയസ്, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BG ഭാർഗവൻപിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു കൃഷ്ണകുമാർ, വാർഡംഗങ്ങളായ RS അനന്തലക്ഷ്മി, അനിൽ പനപ്പെട്ടി, റിയാസ് പറമ്പിൽ, മായാദേവി, G വിനോദ് കുമാർ, V ബിനോയ്, സരസ്വതി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനാചരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ചവറ അമ്മ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റബോധത്തോടുകൂടി ഏറ്റുപറയുകയാണ്. ഇങ്ങനൊരു സ്ഥാപനം ഏറെക്കാലമാം പ്രവർത്തിച്ചെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം നോയമ്പിൻ്റെ അന്ന് ഒരു ചടങ്ങിന് എന്നെ ഇവിടെ ക്ഷണിച്ചപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞതും അതിന് ശേഷമുള്ള പരിചയമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുമായിട്ടുണ്ടായത്.
പക്ഷേ എന്നെ വിസ്മയിപ്പിക്കുന്ന നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന മതപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ നിങ്ങളുടെ കർത്തവ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് മാതൃകയായി ഞാൻ കാണുന്നത്. ഒരുപാട് പേര് ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി സുധീർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടെങ്കിലും സുധീറൊക്കെ നൽകുന്ന സംഭാവന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് എനിക്കറിയാൻ സാധിച്ചത്. ഷെഹനും എൻ്റെ ഭാഗമായി നിൽക്കുന്നു. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വഴി അതാണ് ദൈവികത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോരുമില്ലാത്തവരെ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഏഞ്ചൽസ് വാലി പ്രസിഡന്റ് സുധീർ നൂർ ഹയാത്ത് അധ്യക്ഷത വഹിച്ചു. അവർക്ക് അഭയം നൽകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും അത് ചെയ്തു വരികയും ചെയ്യുകയാണ്. അതേസമയം ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വീട്ടിൽ തന്നെ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഒന്ന് തിരിച്ചു കിടത്താനോ ഒന്ന് കുളിപ്പിക്കാനോ എങ്കിലുമുള്ള ഒരു സൗകര്യം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ഈ സ്ഥാപനത്തിൽ തന്നെ ഇവിടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വാഹനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരു വാഹനം നമ്മൾ തയ്യാറാക്കുകയും ഇവിടെയുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് പുറമെ പരിസരത്തുള്ള കിടപ്പ് രോഗികളായവർക്ക് അവരെ കൂടി പരിചരിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് നമ്മളിവിടെ ഒരു വാഹനം തയ്യാറാക്കിയത്. അതിനായി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തന്നെ നമ്മളിവിടെ സംവിധാനിച്ചു. ചെയർമാൻ ഡോക്ടർ ഹാഫിസ് ഷഫീഖ് ജൗഹരി സ്വാഗതം പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ മുഖ്യ അതിഥിയായി. ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ പരിസ്ഥിതി ദിനാചരണ സന്ദേശം നൽകി. ഏഞ്ചൽസ് വാലി ജനറൽ സെക്രട്ടറി എ ഷഹീൻ ഷാ പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA നിയാസ്, റഹ്മാൻ മുനമ്പത്ത്, രാധാകൃഷ്ണൻ, സിദ്ദിഖ് മംഗലശ്ശേരി, ഷാഹിദ് മൗലവി, താഷ്കണ്ട് കട്ടിശ്ശേരി, ഫസലുദ്ദീൻ മുസ്ലിയാർ, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ലോക പരിസ്ഥിതി ദിനത്തിൽ കായംകുളം BSNL ഓഫീസിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായാണ് ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. ലോക പരിസ്ഥിതി ദിനത്തിലാണ് കായംകുളം BSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപമുയരുന്നത്. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. എന്നാൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായാണ് ആരോപണം. നടപടികൾ പാലിക്കാതെയാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതെന്നാരോപിച്ച് ജീവനക്കാർ തന്നെ രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കൊച്ചുപിലാമൂട് റെഡ് ക്രോസ് ഹാളിൽ നടന്ന പരിപാടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊച്ചുപിലാമൂട് റെഡ് ക്രോസ് ഹാളിൽ നടന്ന പരിപാടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ നാട്ടില് നമ്മുടെ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ വിവരങ്ങൾ പഠിപ്പിച്ചാൽ വിവരങ്ങൾ കേൾക്കാൻ തയ്യാറായ ഒരു സർക്കാരാണ് കേരളത്തിൽ ഇന്ന് നിലവിൽ വന്നത്. ശ്രീമാൻ VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത്. തീർച്ചയായും നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഇന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് കാണുന്നുണ്ട്. നമ്മുടെ വകുപ്പ് മന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെയും കണ്ട് കഴിഞ്ഞ സർക്കാർ കാണിച്ച നെറുകയിടകൾ ചൂണ്ടിക്കാണിക്കുകയും ആ ചൂണ്ടിക്കാണിക്കുന്ന ഉൾപ്പെടെയുള്ള നമുക്ക് ലഭിക്കേണ്ട പഴയ സമരം കിടന്ന കാലഘട്ടത്തിലുള്ള പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ നമുക്ക് ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതിനുള്ള സൂചന തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് സമരത്തിലോ മറ്റു കാര്യത്തിലോ നമ്മൾ പോകേണ്ടി വരില്ല. പുതിയ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തി പെൻഷൻ പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു.
അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള വിലപിടിപ്പുള്ള ഭൂമി എതിർപ്പ് പ്രകടിപ്പിച്ച പ്രമേയം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അസോസിയേഷൻ രക്ഷാധികാരി ജി ബ്ലേസി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി AD ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കെ രവിദാസ് സ്വാഗതം പറഞ്ഞു. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് VS സുരേഖ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ നേതാക്കളായ ജയ, പ്രശാന്തൻ, രാമകൃഷ്ണപിള്ള, കെ തങ്കമണിയമ്മാൾ, വിമലൻ, B രാജേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് വാഹനാപകടത്തിൽ 14-കാരന് ദാരുണാന്ത്യം. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലം പാൽക്കുളങ്ങരയ്ക്ക് സമീപമായിരുന്നു അപകടം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ 6 കോടിയുടെ നവീകരണം. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർപ്പ. പുതുതായി 2 ലിഫ്റ്റുകളും സ്ഥാപിക്കും. കൊല്ലം ആശ്രമ മൈതാനിയിൽ ശുചിമുറി മാലിന്യം തള്ളി. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളിയത്. ദുർഗന്ധത്താൽ വലഞ്ഞ് നാട്ടുകാർ. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷങ്ങൾക്ക് കൂട്ടക്കുരുതി. കായംകുളം BSNL ഓഫീസിൽ 25ഓളം വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയതായി ആക്ഷേപം. സമീപവാസിയുടെ പരാതിയെ തുടർന്നാണ് വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.